ചേട്ടാ ഇവിടെ പ്രവാസി സേവാ കേന്ദ്രം എവിടെയാന്ന്? അവിടെയാ? ശരി. ഈ പ്രവാസി പെൻഷനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ്. ആർക്ക് വേണ്ടിയിട്ടായിരുന്നു? എൻ്റെ ചേട്ടന് വേണ്ടിയിട്ടായിരുന്നു. ആളിപ്പോ നാട്ടിലുണ്ടോ അതോ പ്രവാസിയാണോ? പ്രവാസിയാണ്. ഓ, പ്രവാസിയല്ലേ, അപേക്ഷിക്കാം. പ്രവാസികൾക്ക് മാത്രമല്ല മാം, ക്യാൻസൽ ചെയ്ത് നാട്ടിൽ വന്ന പ്രവാസികൾക്കും പ്രവാസി പെൻഷന് വേണ്ടി അപ്ലൈ ചെയ്യാം. മിനിമം 2 വർഷം പ്രവാസിയായിട്ട് നാട്ടിലേക്ക് തിരിച്ചു വന്നവർക്കും പ്രവാസി പെൻഷൻ അപ്ലൈ ചെയ്യാം. 60 വയസ്സ് വരെ പ്രവാസി പെൻഷൻ അപ്ലൈ ചെയ്യാം. എടുത്തു കഴിഞ്ഞാൽ മിനിമം 5 വർഷമെങ്കിലും പ്രീമിയം അടച്ചിരിക്കണം. 60 വയസ്സിന് ശേഷം പ്രവാസി പെൻഷൻ തുക അടച്ചതിനനുസരിച്ചിട്ട് ഒരു മാസം 7000 രൂപ വരെ പ്രവാസി പെൻഷൻ ലഭിക്കും. ഇനിയിപ്പോൾ 5 വർഷം അടച്ചിട്ട് ഈ വ്യക്തി മരണപ്പെടുകയാണെങ്കിൽ നോമിനിക്ക് ഫാമിലി പെൻഷനായിട്ട് ലഭിക്കും. ഇനിയിപ്പോൾ 5 വർഷം മുന്നേ വ്യക്തി മരണപ്പെടുകയാണെങ്കിൽ അടച്ച തുകയും മരണാനന്തര ധനസഹായം നോമിനിക്ക് ലഭിക്കും. അപ്പോൾ വേറെ എന്തെങ്കിലും ആനുകൂല്യങ്ങൾ ഉണ്ടോ? ചേർന്ന് കഴിഞ്ഞാൽ പെൺമക്കളുണ്ടെങ്കിൽ വിവാഹത്തിന് ധനസഹായവും കൂടാതെ എന്തെങ്കിലും ട്രീറ്റ്മെന്റും കാര്യങ്ങളുണ്ടെങ്കിൽ അതിനുള്ള ധനസഹായവും ലഭിക്കും. പിന്നെ മാം, പ്രവാസി പെൻഷന്റെ തുക 1 മാസത്തേക്കോ 1 വർഷത്തേക്കോ നമുക്ക് മുൻകൂട്ടി അടച്ചു വെക്കാം കേട്ടോ. ഈ ചേട്ടൻ നേരിട്ട് വന്നിട്ട് അപേക്ഷിക്കണോ? നേരിട്ട് വരണമെന്നില്ല. നമ്മളെ വാട്സപ്പ് നമ്പർ തരാം. ഡോക്യുമെന്റും കാര്യങ്ങളെല്ലാം അയച്ചു തന്നാൽ നമ്മൾ ഇവിടെ തന്നെ ചെയ്തു തരാം. കേരളത്തിലുള്ളവർ അന്യ സംസ്ഥാനത്ത് വർക്ക് ചെയ്യുകയാണെങ്കിൽ അവർക്കും പ്രവാസി പെൻഷൻ അപ്ലൈ ചെയ്യാം. മാം, പ്രവാസി പെൻഷൻ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു സ്കീമാണ് പ്രവാസി നോർക്ക ID കാർഡ്. നോർക്ക ID കാർഡ് പറഞ്ഞാൽ മാം, നോർക്ക കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും ക്രൈസിസ് കാര്യങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റാത്ത സിറ്റുവേഷൻ ഉണ്ടാകുമ്പം ഇന്ത്യൻ എംബസിനെ കോൺടാക്ട് ചെയ്ത് പെട്ടെന്ന് നാട്ടിലെത്താൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ക്യാൻസൽ ചെയ്ത് നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ബിസിനസ് കാര്യങ്ങൾ തുടങ്ങണമെന്നുണ്ടെങ്കിൽ ഈടില്ലാത്ത ലോൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ മാം, അവിടെ എന്തെങ്കിലും ആക്സിഡന്റ് കാര്യങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ നോമിനിക്ക് 5 ലക്ഷം രൂപ വരെ ഇൻഷുറൻസ് തുക ലഭിക്കും. 18-നും 70-നും ഇടയിലുള്ള ഏതൊരു മലയാളി പ്രവാസിക്കും നമ്മുടെ നോർക്ക ID കാർഡിന് അപേക്ഷിക്കാം. കൂടാതെ സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ സ്റ്റുഡന്റ് ID കാർഡും കൂടി എടുക്കാം. പ്രവാസി പെൻഷനും പ്രവാസി ID കാർഡും പോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു സ്കീമാണ് പ്രവാസി രക്ഷാ ഇൻഷുറൻസ്. പ്രവാസി രക്ഷ ഇൻഷുറൻസ് പറഞ്ഞാൽ ഈ പ്രവാസി രക്ഷാ ഇൻഷുറൻസിൽ ക്യാൻസർ, കിഡ്നി ഫെയിലർ, സ്ട്രോക്ക് ഉൾപ്പെടുന്ന 13 അസുഖങ്ങൾക്ക് ട്രീറ്റ്മെന്റ് ലഭിക്കും. പ്രവാസി രക്ഷാ ഇൻഷുറൻസ്, നോർക്ക കാർഡ്, പ്രവാസി പെൻഷൻ, ഈ 3 കാര്യങ്ങളും പ്രവാസികൾ നിർബന്ധമായി എടുത്തിരിക്കണം കേട്ടോ. ലോകത്ത് എവിടെ നിന്നായാലും നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും. ഇവരുടെ നമ്പറും കാര്യങ്ങളും കൊടുക്കാം. അതിനകത്തേക്ക് നിങ്ങൾ ഡോക്യുമെന്റ്സ് അയച്ചു കൊടുത്താൽ ഇവർ തന്നെ ചെയ്തു തരും. അതുകൂടാതെ പാസ്പോർട്ട് ആപ്ലിക്കേഷൻ, എയർ ടിക്കറ്റ്, ട്രെയിൻ ടിക്കറ്റ്, വിസിറ്റിംഗ് വിസ, ടൂർ പാക്കേജ് എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഈ പ്രവാസി സേവാ കേന്ദ്രത്തിൻ്റെ നമ്പർ താഴെ കൊടുക്കാം. ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്ത് കേട്ടോ. അതുപോലെ തന്നെ ഇത് പുതിയൊരോന്ന് വരുന്നത്, അതുകൊണ്ട് എല്ലാവർക്കും ഇത് ഉപകാരപ്പെട്ടെ. നിങ്ങളെല്ലാവരും ഒന്ന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം. നമുക്ക് ആവശ്യമില്ലെങ്കിൽ നമ്മളെ കൂടുതലായിരിക്കും ആവശ്യം ഉണ്ടാവും. തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ.